വിനോദേ അവിടെ അവിടെ 4000 ദിറംസും ആയിട്ട് 4 മാസമായില്ലെങ്കിൽ ഉളുപ്പുണ്ട് എനിക്ക്. എനിക്കും പ്രശ്നങ്ങളില്ലേ? വളരെ ബുദ്ധിമുട്ടായി. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ബുദ്ധിമുട്ടില്ലേ? എന്ത് പറയണേ? എന്റെ അവസ്ഥ എനിക്ക് അറിയാം. എന്താ അവസ്ഥ? അത് ഐഫോൺ അല്ലേ? ഫോൺ വാങ്ങാനൊക്കെ അതിനകത്ത് കായുണ്ടല്ലോ. അല്ല ഈ ഫോൺ കൊണ്ടാ പറഞ്ഞ കേക്ക്. അത് എന്റെ ഫോണല്ല. പിന്നെ ആരെ ഫോൺ? ഒന്നും പറയണ്ട, പൈസ തന്നിട്ട് നോക്കാം. അല്ല ഞാൻ പറയുന്ന കേക്കടാ. ഹലോ അച്ഛാ, ചിന്നമോളാ. ഓണത്തിന് പുതിയ ഉടുപ്പെടുക്കാൻ കാശില്ലായിട്ടല്ലേ അച്ഛൻ ഇന്നലെ ചിന്നമോള് ഉറങ്ങിയിട്ട് വിളിച്ചത്? ചിന്നമോൾക്കറിയാലോ അമ്മക്ക് അസുഖമായിട്ട് അച്ഛക്ക് ഒരുപാട് പൈസ ചെലവായിരുന്നു. നമ്മക്ക് ഉണ്ണാനും കൊടുക്കാനും ഒക്കെ ഉള്ളത് മതി അച്ഛാ. അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. ആരുടെ അടുത്തു നിന്നും കടവും വാങ്ങണ്ട. എന്താ തൊട്ടിയപ്പോ ഈ നേരത്തൊരു പുളി ഇല്ലേ? എന്താണ് വിനോദ ഒരു മൂഡ് ഓഫ്? വന്നപ്പോ ഞാനും ശ്രദ്ധിച്ചു. എന്ത് പറ്റി വിനോദേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? ഒന്നുമില്ല മുജീബേ, ഇന്നലെ രണ്ടാക്കും വെറുതെ തോന്നുന്നു. അയ്യോടൊക്കെ പോയിന് പത്തുരുവാ. ഞാൻ ഒന്ന് പുറത്തു വരും. അല്ല, ഇത് എന്റെ ഫോണാണല്ലോ. ഇത് ഞാൻ ഇവനക്ക് വിനോദിന് ഉപയോഗിക്കാൻ കൊടുത്തേന്നല്ലോ. ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്ന്? വിനോദ ഫോൺ തടിക്കണോടാ. ഹലോ, പിന്നെയും കടം വാങ്ങിയില്ലേ? കടോ? പിന്നെ എങ്ങനെ കാശ് അയച്ചേ? ചിന്നുമോളെ, ഇത് ചിന്നുമോളെ തന്നെ തരണമെന്ന് പറഞ്ഞാണ്ടേ ദുബായിന്ന് അയച്ചതാ. പിന്നെ അന്നോടൊരു ഓണാശംസ പ്രത്യേകം പറയാനും പറഞ്ഞിട്ടുണ്ട്. വിനോദേ, എന്റെ ഓണവും എന്റെ പെരുന്നാളും നമ്മള് 4 ആളും ഈ റൂമിൽ ഒരുമിച്ചിട്ടുള്ള ഉണ്ണല്. പിന്നെ എങ്ങനെ എന്റെ പ്രശ്നം എന്റെ മാത്രം പ്രശ്നമാണത്? എന്താടാ?